ഈ ഗവൺമെൻറ് സ്ത്രീപക്ഷത്താണ്. സിനിമയിലെ സ്ത്രീകളുടെ മാനം, അന്തസ്സ്, തൊഴിൽ സുരക്ഷിതത്വം ഇതെല്ലാം ഉറപ്പാക്കാൻ വേണ്ടി ഇന്ത്യയിൽ തന്നെ ആദ്യമായി ഒരു ഉന്നതാധികാര കമ്മിറ്റിയെ വെച്ച ഗവൺമെൻറ്റാണ്. അതാണ് ഹേമ കമ്മിറ്റി. ആ റിപ്പോർട്ട് വന്നപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ ഏറ്റവും ഉന്നതമായ ഒരു പോലീസ് സംഘത്തെ നിയോഗിച്ചു LDF ഗവൺമെൻറ്. ആ സമിതിയിൽ 4 ഉന്നതരായിട്ടുള്ള IPS ഓഫീസേഴ്സ് ഉണ്ടാകുമെന്ന് ഉറപ്പാക്കി LDF ഗവൺമെൻറ്. ഇതെല്ലാം വ്യക്തമാക്കുന്നത് LDF ഗവൺമെൻറ് ഈ വിഷയത്തിൽ സ്ത്രീകളുടെ ഭാഗത്താണെന്നാണ്. ഈ ഗവൺമെൻറ് ഇരകളുടെ കൂടെയാണ് ആയിരിക്കുമെന്ന് ഉറപ്പുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. ഇതാണ് പറയാനുള്ളത്. പക്ഷേ ഒരു പ്രശ്നം നിൽക്കുന്നത് ഇടതുപക്ഷത്തിന്റെ കൺവീനർ പറയുകയാണ്, കോൺഗ്രസിന്റെ 2 MLA-മാർ സമാനമായ ആരോപണം ഉയർന്നപ്പോൾ രാജിവെച്ചില്ല. അപ്പോൾ അതുകൊണ്ട് ഇക്കാര്യത്തിലും അതേ സമീപനം അതാണോ സ്വീകരിക്കേണ്ടത്? നിങ്ങളറിയില്ല അതൊന്നും. ഇവിടെ ഇതേ തരത്തിലുള്ള ആരോപണത്തിന് വിധേയരായിട്ടുള്ള MLA-മാരുണ്ട് കോൺഗ്രസ് പാർട്ടിക്കകത്ത്. അതുകൊണ്ട് ആരോപണം എന്ന് പറഞ്ഞത് മാത്രമല്ല വിഷയം. കാത്തിരിക്കാം. ഡോണ്ട് ബി ഇൻ എ ഹറി. കാത്തിരിക്കുക. Kerala is a society which has a democratic content. പാർട്ടി അടിയന്തരമായിട്ട് കമ്മിറ്റി ചേരുന്ന ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മിറ്റി വിടാൻ പാടില്ലേ? അല്ല, അങ്ങനെയല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലത്തെ പാർട്ടി ഗൗരവമുള്ള കാര്യങ്ങളിൽ കമ്മിറ്റി കൂടി ആലോചിക്കും. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. മാതൃകാപരമായിട്ടുള്ള ഒരു സമീപനമായിരിക്കും സ്വീകരിക്കുന്നത്. CPIയുടെ നേതൃയോഗം അല്പസമയത്തിനകം ചേരാനിരിക്കെയാണ് ബിനോയ് വിശ്വം സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം ഉണ്ടാകുന്നത്. ഏറ്റവും ശരിയായ പക്ഷത്താണ് സർക്കാർ നിൽക്കുന്നത്, സ്ത്രീ പക്ഷത്താണ് സർക്കാരുള്ളത്. റിപ്പോർട്ട് വന്നതോടെ ഏറ്റവും ഉന്നതമായ പോലീസ് സംഘത്തെ തന്നെ നിയമിച്ചുകൊണ്ട്, അന്വേഷണത്തിനായി നിയമിച്ചുകൊണ്ട് മാതൃക കാട്ടിയ സർക്കാർ കൂടിയാണിത് എന്ന് അദ്ദേഹം പറയുന്നു. കൂടുതൽ പ്രതികരണങ്ങളിലേക്ക്, രാജി വേണമോ എന്നതിലേക്കൊന്നും കടക്കാൻ അദ്ദേഹം തയ്യാറായുമില്ല.